വലിയ വിഭവങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. കാരണം ഞാൻ കുറച്ച് മുമ്പാണ് പറഞ്ഞത് അമ്മയെ വീട്ടിൽ ചോറ് വെച്ചിട്ടില്ല, അവിടെ കൊടുത്തയക്കണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഇവിടെ ഉള്ള സാധനം ഞാൻ കൊടുത്തയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. ചമ്മന്തി, ഇത്ര സാധനമേ ഉള്ളൂ കേട്ടോ. കൂടുതൽ വിഭവങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ചില സമയത്ത് ഒരുപാട് വിഭവങ്ങളുണ്ടാവും, ചില സമയത്ത് കുറച്ചായിരിക്കും. എനിക്ക് എന്തായാലും ഞാൻ ചോറ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ എനിക്ക് പേരൊക്കെ പക്ഷെ അമ്മ അവിടുന്ന് കൊടുത്തയച്ച പക്കം കഴിക്കാതിരുന്നാലും ശരിയാവില്ല. ഒരുപാട് പീസൊന്നും വേണ്ട. ചിക്കൻ കറി, ചമ്മന്തി. ഇത് സ്പെഷ്യലായിട്ട് അരുണിന് കൊടുത്തു കേട്ടോ. പിന്നെ അച്ചാർ 2 മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി അച്ചാർ, എനിക്ക് ചേനച്ചാർ. അതെനിക്ക് പേരയ്ക്ക് ചാറും കൂട്ടി തിന്നുന്നൊരു സ്വഭാവം ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് നല്ല സുർക്കയുടെ കള്ളിൻ്റെ മണം, കള്ളാണല്ലോ സുർക്കയാവുന്നത്, അതുകൊണ്ടാണ് മണം വരുന്നത്. അപ്പോൾ കുറച്ച് ഉള്ള വിഭവങ്ങളും കൂട്ടിയിട്ട് ഒന്ന് ഫുഡ് കഴിച്ചേക്കാമെന്ന് കരുതി. വെറുതെ എന്തിനാ കഴിക്കാതിരിക്കുന്നത്? ഒരു കറിയായാലും 2 കറിയായാലും അമ്മമാരെ കറി ഉണ്ടെങ്കിൽ അതൊരു ഉഷാറ് തന്നെയാണ് കേട്ടോ. ചോറ് വേണ്ട, കിടക്കുക എന്ന് പറഞ്ഞ ആളാണ്. ചിക്കൻ നല്ല സോഫ്റ്റാണ്. ഞാൻ വിളിച്ച് പറഞ്ഞതിന് ശേഷം ചിക്കൻ വാങ്ങിക്കൊണ്ടൊന്ന് കറി വെച്ചതാണ്. അവിടെ മീൻകറി ഉണ്ടാവും കേട്ടോ, പക്ഷെ അരങ്ങും കൂട്ടൂല, അതുകൊണ്ട് കൊടുത്തയക്കാൻ എടുക്കല. ഏതായാലും ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്യട്ടെ. ഫുള്ളായിട്ട് നിങ്ങളാ കൊഴുപ്പിക്കുന്നത് ശരിയല്ല കേട്ടോ. ചോറ് കഴിക്കാനുമായി. അപ്പം ഇന്നത്തെ ഫുഡ് എന്താ, ഇന്നത്തെ ഫുഡ് എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്ന ആൾക്ക് മറുപടിയായി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് ചോറ് തിന്നുന്നത്. അപ്പോൾ ശരി, ബൈ ബൈ.